എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡ്രസ്സിന് മാച്ചായിട്ടൊക്കെ തയ്ക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബോ ആണ് തയ്ക്കാൻ പോകുന്നത്. നമ്മൾ ക്രോപ്പ് ടോപ്പ് തയ്ച്ചിട്ടുണ്ട്, അതിന് മാച്ചായിട്ടുള്ള ഒരു ഹെയർ ബോ ആണിത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തതിന് ശേഷം ഇതിപ്പോൾ 2 മടക്കാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വീതി നമ്മൾ എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ നീളം നമ്മൾ എടുക്കുന്നത് 20 ഇഞ്ചാണ്. ഇനി 1.5 ഇഞ്ച് വീതിയുള്ള ഒരു ബ്ലൂ കഷ്ണം നമ്മൾ എടുക്കുന്നുണ്ട് ക്ലോത്തിൻ്റെ. ഇതിപ്പോൾ 9 ഇഞ്ച് ഒരെണ്ണം 7 ഇഞ്ചുമാണ്. ഇത് രണ്ടും കൂടി നമ്മൾ നല്ല ഭാഗം കൂടി ചേർത്ത് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഇനി നമ്മൾ ഈ ക്ലോത്തിനെ ഇതുപോലെ നടുമടക്കിയിട്ട് നമുക്ക് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കാം. ആദ്യം നമ്മൾ മടക്കിയിട്ട് ഡോരിയൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ ലോക്ക് ഇടാറില്ലേ, അതുപോലെ തന്നെ ലോക്ക് ഇട്ടതിന് ശേഷം വേണം തയ്ച്ചെടുക്കാൻ. താഴ്ഭാഗം വരെ നമുക്ക് തയ്ച്ചെടുക്കാം. ഇനി ഇതിനെ നമുക്കൊരു ഈർക്കൽ ഉപയോഗിച്ച് കുത്തി മറിച്ചെടുക്കാം. ഇപ്പം നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലോക്ക് ചെയ്ത് തയ്ച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ഇലാസ്റ്റിക്കാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തത്. അതിൻ്റെ നീളം എടുത്തിരിക്കുന്നത് 17 ഇഞ്ചാണ്. ഇനി പിൻ കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇലാസ്റ്റിക്കിനെ ഇതിൻ്റെ അകത്തൂടെ കടത്തിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഇലാസ്റ്റിക്കും ക്ലോത്തും കൂടെ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്ത സൈഡും ഇതുപോലെ തന്നെ ജോയിൻ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ചുരുക്ക് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വരത്തക്ക വിധം ആക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ 2 ഭാഗവും കൂടി കൂട്ടി ഒന്ന് തയ്ച്ചെടുക്കാം. 2 സ്റ്റിച്ച് കൊടുക്കണം. 2-3 സ്റ്റിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മുടെ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി വലിയുന്നൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഫ്ലവർ തയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലോത്തിനെ നല്ല ഭാഗം കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് തയ്ച്ചെടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് നടുമടക്കി കൊടുക്കാം.
നടുമടക്കിയിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനലിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലീവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഫ്രോക്ക്, ഹെയർ ബോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ഞൊറിവുകളായിട്ട് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സൂചിയിൽ നൂല് കോർത്തതിന് ശേഷം സൂചി വെച്ച് താഴോട്ടും മുകളിലോട്ടും ആയിട്ട് ഇതുപോലെ കുത്തിയെടുക്കാം. ഇതുപോലെ നമ്മൾ മുഴുവൻ ഭാഗവും ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ സൂചി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഈ 2 സൈഡിലെ നൂലും ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ ഒന്ന് ടൈറ്റ് ആവും. ഇങ്ങനെ വലിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് കെട്ടിയെടുക്കാം. ഇപ്പം നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബട്ടൺ എടുക്കുക. അതുപോലെ തന്നെ ഒരു വെള്ള ക്ലോത്ത് എടുത്തിട്ട് ഇതിൻ്റെ വീതിയും നീളവും നമ്മൾ എടുക്കുന്നത് 3 ഇഞ്ചാണ്. ഇനി ഇതിനെ ഇതുപോലെ ഒന്ന് നടുമടക്കി കൊടുക്കുക. അതിൻ്റെ അടിയിലായിട്ട് വേണം നമ്മൾ ഈ ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ട്. ഈ ബട്ടൺ ഇതുപോലെ വെച്ച് ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൗണ്ട് കറക്റ്റായി തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്കൊരു സൂചി ഉപയോഗിച്ചിട്ട് ഇത് ഒന്ന് തുന്നിയെടുക്കാം. നന്നായി ചുറ്റി ഒന്ന് ടൈറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഈ നൂല് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ ആദ്യം തയ്ച്ച് വെച്ചിട്ടുള്ള ഈ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് ഈ ബട്ടനെ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് വശം നമുക്കൊന്ന് സൂചി കൊണ്ട് തുന്നിയെടുക്കാം. ഇനി ബാക്കി വരുന്ന ത്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബാൻഡുമേ അറ്റാച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ജോയിൻ്റ് ചെയ്ത ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫാബ്രിക് ഗ്ലൂ ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഫ്ലവറിൻ്റെ ബാക്ക് സൈഡിലും ഫാബ്രിക് ഗ്ലൂ ആക്കി കൊടുക്കാം.
ഇനി നമുക്ക് നമ്മുടെ ഫ്ലവറിനെ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. നന്നായി ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പം നല്ലോണം ഒട്ടിക്കോളും. ഇപ്പം നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.